ورحمة الله. الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. സ്നേഹ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അനുഗ്രഹീതമായ റമദാനിൻ്റെ പുണ്യമേറിയ ദിനരാത്രങ്ങൾ ഓരോന്നായി കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മൾ അള്ളാഹുവിലേക്ക് പരമാവധി അടുക്കുവാനും അവൻ്റെ പരിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്തും പഠിച്ചും മനനം ചെയ്തും അത് ജീവിതത്തിൽ പകർത്താനും പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമെന്നോണമാണ് നിങ്ങൾ ഇതേപോലെ ഒരു പഠന സംരംഭം ഇവിടെ തുടക്കം കുറിക്കുന്നത്. ആദ്യമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അളവറ്റ ദയാപരനും പരമകാരുണികനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് സ്വാലിഹായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇതുകൊണ്ടുള്ള എല്ലാ പ്രയോജനങ്ങളും നമ്മുടെ ദുന്യവിയായ ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പ്രാർത്ഥന കൊണ്ട് ഒരു വിശ്വാസി നേടുന്ന കരുത്ത് എന്താണ് എന്ന് ജീവിതത്തിലൂടെ അനുഭവിച്ച് അറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലെങ്കിൽ അതിൻ്റെ ആനന്ദവും അതിൻ്റെ ആഹ്ലാദവുമൊക്കെ ജീവിതത്തിൽ പങ്കുവച്ചു കൊണ്ടിരിക്കുന്നവരാണ്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കരുത്ത് ഒന്നാമതായി നമ്മുടെ ഈമാന് തന്നെയാണ്. നിഷ്കളങ്കവും നിഷ്കപടവുമായ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം, ഈമാനിൻ്റെ അതിപ്രധാനമായ രണ്ട് ഭാഗങ്ങൾ അതാണല്ലോ. ആ ഈമാൻ ഉണ്ടായാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ഭൗതിക ജീവിതത്തിലും നൽകുന്നുണ്ട്, നമ്മുടെ ആത്മീയ ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലമായും അവൻ നൽകുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില മര്യാദകളൊക്കെ പഠിപ്പിച്ച കൂട്ടത്തിൽ പ്രധാനപ്പെട്ട അവിടുന്ന് തന്നെ കാണിച്ചു തന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്, ഖുർആൻ വിശദീകരിച്ചു തരുന്ന ഭാഗങ്ങളുമാണ്. നമ്മൾ ചെയ്ത നമുക്ക് ആത്മസംതൃപ്തിയുള്ള ആത്മവിശ്വാസമുള്ള ഏറ്റവും സ്വാലിഹായ കർമ്മങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, വസീല തേടുക എന്ന് പറയും. ഖുർആൻ അങ്ങനെ തന്നെ വിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ട് വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീല തേടുവിൻ. അത് നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അകപ്പെട്ടിട്ടുള്ള ഏത് പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തും. നബി തിരുമേനി അങ്ങനെ പൂർവിക സമൂഹത്തിൽ ഉണ്ടായ അനുഭവങ്ങളൊക്കെ തൻ്റെ ഉത്തമ ശിഷ്യഗണങ്ങളായ സഹാബ കിറാം റളിയല്ലാഹു അൻഹും അവരുമായൊക്കെ പങ്കുവെച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിയതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്.
നമ്മൾ കർമ്മങ്ങളെ കൊണ്ട് വസീല തേടുന്ന പോലെ തന്നെ നമ്മുടെ ഈമാനിനെ കൊണ്ട് വസീല തേടുന്ന കാര്യവും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറ ആലിംറാന്റെ അവസാന ഭാഗത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വിശ്വാസികളുടെ പ്രാർത്ഥനയായി, നമ്മുടെ ഈമാനിൻ്റെ തേട്ടമായി, റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബിക്കും ഫആമന്നാ. ഇത് നമ്മുടെ ഈമാനിനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ സമിഅനാ, നിശ്ചയമായും ഞങ്ങൾ കേട്ടിട്ടുണ്ട്, മുനാദിയൻ യുനാദി ലിൽ ഈമാൻ, ഞങ്ങളെ ഈമാനിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന, ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷണിതാവിനെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട് റബ്ബേ. നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ ഈമാൻ അതിങ്ങനെ നിലനിൽക്കുന്നതും അതിനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നതും നിരന്തരമായി വിശ്വാസത്തിലേക്കുള്ള വിളി കേട്ടുകൊണ്ട് തന്നെയാണ്. ഖുർആൻ വിശ്വാസികളെ തന്നെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലിഹി. വിശ്വാസികളെ, നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈമാനിനെ, വിശ്വാസത്തെ നമ്മൾ കൂടുതൽ ദൃഢീകരിക്കാൻ വേണ്ടിയാണ്, പുതുക്കാൻ വേണ്ടിയാണ്. റസൂലുള്ള പറഞ്ഞു, ജദ്ദിദു ഈമാനക്കും, നിങ്ങളെ ഈമാനിനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം. ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഉരുവിട്ടിക്കൊണ്ട് നമസ്കാരത്തിൽ നമ്മൾ വീണ്ടും നമ്മുടെ ഷഹാദത്തിനെ പുതുക്കുന്നുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈമാൻ എന്നുള്ളത് നമ്മുടെ മനോമുഖരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഉറച്ച ഒരു ആദർശമാണ് എങ്കിലും അതിനെ കൂടുതൽ കൂടുതൽ ദൃഢീകരിക്കുവാനും അതിനെ പ്രോജ്വലമാക്കുവാനും അതിനെ തിളക്കമുള്ളതാക്കുവാനും നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ ഈ ഈമാനിൽ നിലനിൽക്കാൻ വേണ്ടി മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ഇതിലേക്ക് വിളിക്കുന്ന, ക്ഷണിക്കുന്ന ആളുകളെ കേൾക്കുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നിർബന്ധമായും വിശ്വാസികളായ ആളുകൾ ജുമാക്ക് ഒരുമിച്ച് കൂടണം. അവിടെ നമ്മൾ കേൾക്കുന്നത് ഈമാനിലേക്കുള്ള ഈ വിളിയാണ്. ഈമാനിൻ്റെ പ്രചോദനമായി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾക്കുള്ള പ്രേരണകളാണ് അവിടെ നമുക്ക് കിട്ടുന്നതും നമ്മൾ അനുഭവിക്കുന്നതും. എന്നിട്ട് നമ്മൾ പറയുന്നു, ഫാമന്ന, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് നമ്മൾ നമ്മുടെ റബ്ബിനോട് അംഗീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ വിശ്വാസത്തെ ദൃഢീകരിക്കുവാനും നിലനിർത്തുവാനും അത് കൂടുതൽ ശക്തിപ്പെടുത്തുവാനും അത് ചോർന്നു പോകാതിരിക്കുവാനും എന്തെന്തൊക്കെ സംവിധാനമാണ് ഒരു വിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ എടുത്ത് പരിശോധിച്ചാൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടും. ഫആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, നമ്മൾ വിശ്വാസികളാണ്, മുഅ്മിനുകളാണ് എന്നുള്ളതിൻ്റെ അടയാളമാണ് ഒരിക്കലും നിലക്കാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലുമുള്ള അള്ളാഹുവിനോടുള്ള തേട്ടവും പ്രാർത്ഥനകളും. നമ്മൾ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിച്ചും ഓർത്തുകൊണ്ടുമാണ്, അള്ളാഹുവിൽ ദുആകൾ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. പിന്നെ നോക്കൂ, ഓരോരോ ഘട്ടങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളിലും ഓരോ ബിന്ദുവിലും പ്രാർത്ഥന എന്നുള്ള, അള്ളാഹുവിൽ അഭയം തേടുക എന്നുള്ള, അള്ളാഹുവിലേക്ക് നമ്മളെ സമർപ്പിക്കുക എന്നുള്ളൊരു വികാരം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെ വസീലയാക്കിക്കൊണ്ട്
നിങ്ങൾ അള്ളാഹുവിനോട് ദുആയിരുന്നാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് നൽകുമെന്ന് പറയാൻ കാരണം, നമ്മുടെ ഈമാനിനെ അള്ളാഹുവിനോട് സമർപ്പിച്ചുകൊണ്ട് നാം ആവശ്യപ്പെടുന്നത് എന്താണ്? റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, അല്ലാഹുവേ ജീവിതത്തിൽ ഞങ്ങൾക്ക് പറ്റിപ്പോയിട്ടുള്ള തെറ്റുകൾ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമേ റബ്ബേ എന്നാണ്. മഗ്ഫിറത്ത്, മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപവിമുക്തി, പാപമോചനം. അത് നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടണം. എങ്ങനെ കിട്ടണം? നാം അള്ളാഹുവിനോട് ദുആ ചെയ്ത് പ്രാർത്ഥിച്ച് അവനോട് ഇരുന്ന് വാങ്ങേണ്ട ഒന്നാണ് മഗ്ഫിറത്ത്. ആ മഗ്ഫിറത്ത് കിട്ടിയിട്ടില്ലെങ്കിലോ നമുക്ക് നഷ്ടമാകുന്നത് സ്വർഗമാണ്. സ്വർഗത്തിലേക്ക് പ്രവേശനാനുമതി ലഭിക്കണമെങ്കിൽ മഗ്ഫിറത്ത് ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. പാപിയായ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പാപവിമുക്തിയും പാപമോചനവും, അതാണ് മഗ്ഫിറത്ത് നമ്മൾ അറബി പറയുന്നത്. അത് കിട്ടിയാൽ മാത്രമേ ഒരാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ നിരവധി ആയത്തുകളിലൂടെ വിശ്വാസികളുടെ പ്രാർത്ഥനയായി, തേട്ടമായി, നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമായി അള്ളാഹു എടുത്തു പറഞ്ഞതാണ് ഈ മഗ്ഫിറത്ത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ എല്ലാ നമസ്കാരങ്ങളിലെയും അവസാനത്തെ പ്രാർത്ഥനയിൽ നമ്മൾ അള്ളാഹുവിനോട് ഇരുന്ന് ചോദിച്ച് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. അല്ലാഹുമ്മ ഇന്നി ലലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഈ ദുആ നമ്മൾ ചൊല്ലുന്നില്ലേ നിസ്കാരത്തിന്റെ അവസാന പ്രാർത്ഥനയിൽ? അത്തയ്യത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ? എന്താ അവിടെ നമ്മൾ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി ലലംതു നഫ്സി, അല്ലാഹുവേ ഞാൻ എന്നോട് തന്നെ ദ്രോഹം ചെയ്തിരിക്കുന്നു, ഞാനൊരു ആത്മദ്രോഹിയാണ് റബ്ബേ എന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. അത് കുറച്ചൊന്നുമല്ല. ദുൽമൻ കസീറ, ഞാൻ എന്നോട് തന്നെ ധാരാളമായി ദുൽമ ചെയ്ത ആളാണ്, പാപിയാണ് റബ്ബേ ഞാൻ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ദുൽമുൻ നഫ്സ് പറയാൻ കാരണം, നമ്മളൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റിൻ്റെ ശിക്ഷ, നമ്മളൊരു പാപം ചെയ്യുകയാണെങ്കിൽ ആ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് നമ്മളാണ്, നമ്മുടെ ഈ തടിയാണ്. അപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്യുന്നതോടുകൂടി ആരെയാണ് ദ്രോഹിക്കുന്നത്? നമ്മളെ തന്നെയാണ് ദ്രോഹിക്കുന്നത്. അതാണ് ആത്മദ്രോഹം എന്ന് പറയുന്നത്. ലലംതു നഫ്സി ദുൽമൻ കസീറ, കുറേ തെറ്റ് പറ്റിയിട്ടുണ്ട് റബ്ബേ. വലാ യഗ്ഫിറു ദുനൂബ് ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റാരും തന്നെ ഇല്ല റബ്ബേ. അതിനാൽ ഫഗ്ഫിർ ലീ, എന്നോട് പൊറുക്കേണമേ. മഗ്ഫിറതൻ മിൻ ഇൻദിക്, നിന്റെ അരികിൽ നിന്ന് നീ തരുന്ന പാപമുക്തി എന്ന നിലയിൽ, പാപമോചനം എന്ന നിലയിൽ എൻ്റെ പാപങ്ങൾ പൊറുക്കേണമേ. അത് കഴിഞ്ഞിട്ട് വർഹംനി, എന്നോട് കരുണ കാണിക്കണമേ എന്നാണ്. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാമയനുമാകുന്നു. എത്ര ഹൃദയസ്പർക്കായ, മനസ്സിൽ തട്ടിയ പ്രാർത്ഥനയാണ് സഹോദരന്മാരെ, സഹോദരൻ ആലോചിച്ചു നോക്കൂ. പ്രവാചക തിരുമേനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗം ഹദീസുകൾ വിശദീകരിച്ചു തരുന്നുണ്ട്. നബി സ്വർഗത്തിന്റെ കവാടത്തിൽ എത്തുമ്പോൾ സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് അവിടെ ഉണ്ടാകും. ചോദിക്കും നബിയോട്, മൻ അൻത, ആരാണ് താങ്കൾ എന്ന് ചോദിക്കുന്നുണ്ട്. നബിയുടെ മറുപടി, അന മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദാണ്. അപ്പൊ മലക്ക് പറയുന്നു, താങ്കളെയാണ് ഞാൻ കാത്തിരിക്കുന്നത്, താങ്കൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. സ്വർഗത്തിൽ ആദ്യമായി തൻ്റെ പാദമൂന്നുന്നത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ ചെയ്ത എൻ്റെ അമലുകളിലൂടെ, എൻ്റെ കർമ്മങ്ങളിലൂടെ മാത്രം നേടിയതാണ് ഈ സ്വർഗം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് സ്വർഗം കിട്ടിയത് എൻ്റെ അമല് കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ അമലുകളോടൊപ്പം തന്നെ അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ആ കാരുണ്യവും കരുണാമയനായ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതാണ് സഹോദരങ്ങളെ, സഹോദരികളെ, മഗ്ഫിറത്ത്, മർഹമത്ത് എന്ന് പറയുന്നത്. പാപവിമുക്തി, പാപമോചനം, അള്ളാഹുവിന്റെ അതിരും എതിരുമില്ലാത്ത കാരുണ്യവർഷം, അത് നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടണം. നമ്മുടെ മഗ്ഫിറത്തിനും മർഹമത്തിനും ആരാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം, ദുആ ഇറക്കണം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമ്മൾ ദുആ ഇറക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹുവേ, അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അങ്ങനെ തന്നെയല്ലേ? അതിലും ചുരുങ്ങിയൊരു പ്രാർത്ഥന ഉണ്ടോ? ഇല്ല. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുവേ, അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അതന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയുടെ എല്ലാ അന്തസത്തയും ശരിക്ക് ആ രണ്ട് വാക്കുകളിൽ മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് കിട്ടേണ്ടതൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ട്. മഗ്ഫിറത്ത് കിട്ടിയാൽ പാപമോചനം കിട്ടി, സ്വർഗത്തിലേക്കുള്ള കവാടം തുറക്കപ്പെട്ടു അദ്ദേഹത്തിന് വേണ്ടി. മർഹമത്ത്, കാരുണ്യവും കൂടിയും കിട്ടിയാൽ, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു പൊതിഞ്ഞാൽ, അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിന്റെ സോപാനങ്ങളിൽ, അള്ളാഹു നിശ്ചയിച്ച ഉന്നത തലങ്ങളിലേക്ക് അദ്ദേഹത്തെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോകും. എന്താണത്, എത്രയാണത് എന്ന് നമുക്കറിയില്ല. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. നമുക്കറിയില്ല സ്വർഗത്തിന്റെ ഏത് പദവിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടേതായ ഒരു ഭവനം ഒരുക്കി വെച്ചിട്ടുള്ളത്. അതാർക്ക് മാത്രമേ അറിയുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുള്ളൂ. സ്വർഗത്തിന് എത്ര പദവികളുണ്ട്! സ്വർഗം എന്ന് പറഞ്ഞാൽ പദവികളിലുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥന അത് നേടാനാകണം, അത് ലഭിക്കാനാകണം. സ്വർഗത്തിന്റെ ദർജകൾ എത്രയാ? ഖുർആൻ പഠിതാക്കളായ സഹോദരന്മാരും സഹോദരിമാരുമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എത്ര ദർജകളുണ്ട്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, നമുക്ക് പോകാനുള്ള സ്ഥലമാണ് സ്വർഗം. അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. 100 ദർജകളാണ്, തട്ടുകളാണ് എന്തിനുള്ളത്? സ്വർഗത്തിനുള്ളത്. ആ 100 തട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പരമോന്നതമായ പദവിയാകുന്നു അൽ ജന്നത്തുൽ ഫിർദൗസ് അൽ അഅല, പരമോന്നതമായ പറുദീസ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. അതെവിടെയാണെന്നോ? വഹിയ തഹ്ത അർശിർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴെയാണത്. വഹിയ ഫീ വസ്തിൽ ജന്ന, സ്വർഗലോകത്തിന്റെ നടുവിലാണത്. വമിൻഹാ തതഫജ്ജറു അൻഹാറുൽ ജന്ന, മറ്റ് 99 സ്വർഗലോകങ്ങളിലേക്കുമുള്ള അരുവികൾ അതിൽ നിന്നാണ് പൊട്ടി പുറപ്പെട്ട് ഒഴുകുന്നത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നതാണ്. നമ്മൾ അതിനു വേണ്ടി ദുആ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അതിന്റെ ഏത് പദവിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? എവിടെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്നാണോ? അങ്ങനെയാകരുത്. ഏത് തന്നെ കിട്ടണം. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏത് തന്നെ ചോദിക്കണമെന്നാണ് റസൂൽ പറഞ്ഞത്? ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം. അതിനെന്ത് വേണം? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ഈമാനും അമലുസ് സ്വാലിഹാത്തും വേണം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള വിരുന്നു സൽക്കാരമാണ്. നുസുല് എന്ന് പറഞ്ഞാൽ വിരുന്ന്.
എല്ലാ ദിവസവും അവിടെ അള്ളാന്റെ വിരുന്നാണ് സ്വർഗലോകത്തിൽ. അത് വിശ്വാസികൾക്ക് വേണ്ടി, സൽക്കർമ്മനിരതരായ സദ്വൃത്തരായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച ആ ലോകമാണെന്നാണ്. ആ ഉന്നതമായ ലോകം തന്നെ ലഭിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്താൻ നമുക്ക് ലഭിക്കേണ്ട കാര്യമാണിത്. അതെത്താൻ മഗ്ഫിറത്ത് ഒന്നാമത് കിട്ടണം, മർഹമത്ത് കിട്ടണം. മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമ്മൾ ദുആ ചെയ്യുന്ന പോലെ ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയും, എന്തിനു വേണ്ടി? ആരെങ്കിലും പഠിച്ചോനെ എനിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റബ്ബേ എന്ന് ദ്വാരക്കേണ്ടേ? നമ്മള് ജീവിച്ചിരിക്കുന്ന നമ്മൾ ദ്വാരക്കണം. അതാണ് നിസ്കാരത്തിന്റെ അവസാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇങ്ങനെ ഈ മഗ്ഫിറത്ത് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈമാനിനെ വസീലയാക്കി ദുആ ചെയ്യുന്ന കാര്യമാണ് ആലി ഇമ്രാന്റെ അവസാന ഭാഗം. അതുകൊണ്ട് റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളുടെ തിന്മകളൊക്കെ ഞങ്ങളിൽ നിന്ന് മായ്ച്ചു കളയണം റബ്ബേ. എന്നിട്ടോ വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ. അബ്റാറുകളുടെ കൂട്ടത്തിലായിരിക്കണം റബ്ബേ ഞങ്ങളുടെ മരണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് അബ്റാറുകൾ, പുണ്യവാന്മാർ. അങ്ങനെയുള്ള ശാന്തമായ സമാധാനത്തോടു കൂടിയുള്ള ഒരു മരണം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഇതൊക്കെ നമ്മൾ അള്ളാഹുവിനോട് തേടുകയാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അവിടെ നമ്മൾ നിർത്തുന്നില്ല. റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക് വലാ തുഖ്സിനാ യൗമൽ ഖിയാമ. റബ്ബേ, നീ ഞങ്ങൾക്ക് നൽകണം. റബ്ബന വആതിന, എന്താ നൽകേണ്ടതെന്നോ? നമ്മുടെ ആവശ്യം നോക്കൂ നിങ്ങൾ. നമ്മൾ ആരാണ്? നമ്മൾ വിശ്വാസികളാണ്. അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന മുവഹിദുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്, അവന്റെ മുമ്പിൽ ഇരന്ന് നേടേണ്ടത്, നിന്റെ പ്രവാചകന്മാർക്ക് നീ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്കും വേണം. റബ്ബന വആതിന മാ വഅദ്തനാ അലാ റുസുലിക്, നിന്റെ റസൂലുകൾക്ക് ദൂതന്മാർക്ക് നീ എന്തൊക്കെയാണ് കൊടുക്കുമെന്ന് പറഞ്ഞത് അത് ഞങ്ങൾക്കും കിട്ടണം പരലോകത്തിൽ. സുബ്ഹാനല്ലാഹ്. ഇത് ദുആർക്കേണ്ട നമ്മള്, ഇത് പ്രാർത്ഥിക്കണം. അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവിയാണ്, അവർക്ക് ജന്നത്തുൽ ഫിർദൗസാണ്. റഹ്മാനായ റബ്ബിന്റെ അർശിന്റെ താഴെയുള്ള ലോകമാണത്, ജന്നത്തുൽ ഫിർദൗസ് എന്ന ലോകം. അവിടെയായിരിക്കും സകലമാന അമ്പിയാക്കളും മുർസലുകളും ഉണ്ടാവുക. അള്ളാഹു അവർക്കത് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റബ്ബേ, നിന്റെ എല്ലാ മുർസലുകളിലും വിശ്വസിച്ച ഖാതിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിച്ച ആ പ്രവാചകന്റെ തിരുദൂതന്റെ അനുയായികളായ ഞങ്ങൾക്കും ആ പദവി വേണം. നോക്കൂ നിങ്ങൾ, സുഹബത്തുൽ അംബിയ വൽ മുർസലീൻ, ഇത് നമ്മുടെ ആവശ്യമാണ്. ഇത് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ട് തന്നെ വാങ്ങേണ്ടതാണ്. ആതിനാ മാ വഅദ്തനാ അലാ റുസുലിക്. പിന്നെ പറയുന്നതോ വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഒരിക്കലും ഞങ്ങളെ നീ നിന്ദ്യരാക്കരുതേ റബ്ബേ എന്നാ. നിന്ദ്യരാക്കരുത്, ഖിസി ഉണ്ടാകരുത്. ദുനിയാവിലും ഖിസി ഉണ്ടാകരുത്. നമ്മൾ അന്തസ്സുള്ളവരാകണം, ഇസ്സത്തുള്ളവരാകണം. കാരണം വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് ആർക്കൊക്കെ ഇവിടെ ഉള്ളത്? അള്ളാഹുവിന്, അവന്റെ പ്രവാചകന്, പിന്നെ അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്ത്. അന്തസ്സോടുകൂടി ഇസ്സത്തോടുകൂടി നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയണം. ഇവിടെയും നമുക്ക് ഖിസി ഉണ്ടാകാൻ പാടില്ല, പരലോകത്ത് തീരെ ഉണ്ടാകാൻ പാടില്ല. ഖലീലുള്ളാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ഈ ഖിസിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. റബ്ബി ലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ
ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. റബ്ബേ നാഥ, ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നീ ഞങ്ങളെ അപമാനിതരാക്കരുതേ, നിന്ദ്യരാക്കരുതേ റബ്ബേ. നമ്മളും ദ്വാരക്കാനുള്ളത് തന്നെയാണ്, നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇത് ഖുർആനിൽ പറഞ്ഞു തന്നത്. ആ ദിവസത്തിൽ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, ഞങ്ങളുടെ സമ്പത്തോ ഞങ്ങളുടെ സന്താനങ്ങളോ ഞങ്ങൾക്ക് ഒരിക്കലും ഉപകരിക്കാത്തൊരു നാളാണ് റബ്ബേ, ദിവസമാണത്. അന്ന് എന്താണ് നമ്മെ രക്ഷക്കെത്തുക, നമ്മുടെ രക്ഷക്കെത്തുക? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖൽബുൻ സലീം, ശുദ്ധമായ മനസ്സ്, കുറ്റമറ്റ ഹൃദയം, വിശുദ്ധമായ മനസ്സുമായി അള്ളാഹുവിന്റെ തിരുസവിധത്തിൽ എത്തിയ ആളുകൾക്കാകുന്നു അന്ന് രക്ഷയുണ്ടാകുക എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ഈമാനിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ദുനിയാവിലുള്ള നന്മക്ക് വേണ്ടിയും പരലോകത്തുള്ള നന്മക്ക് വേണ്ടിയും പ്രാർത്ഥന ധാരാളമായി നടത്തേണ്ട ഒരു മാസം കൂടിയാണിത്, റമദാൻ മാസം. ഷഹ്റു റമദാൻ, ഷഹ്റുൽ ഖുർആൻ, ഷഹ്റുൽ ദുആ, ഷഹ്റുൽ സുബ്ർ, ഷഹ്റുൽ മുവാസാത്ത്. ഈ മാസത്തിന് ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ നൽകുന്നതിൽ ഒരു വിശേഷണമാണ് ഷഹ്റു റമദാൻ, ഷഹ്റു ദുആ. നോമ്പിനെ കുറിച്ച്, റമദാനിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ സൂറ അൽ ബഖറയിൽ പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹ് പറയുന്നത് ദുആനെ കുറിച്ചാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. പ്രവാചകരെ, താങ്കളോട് എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ അവരോട് പറയേണ്ടത് എന്താണെന്നോ? ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് സമീപസ്ഥനാണ്. നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളവനാണ് ആര്? അള്ളാഹു. നമ്മുടെ ജീവനാഡിയേക്കാൾ സമീപസ്ഥൻ. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നമ്മുടെ മനസ്സിന്റെ എല്ലാ തേട്ടങ്ങളും ആവശ്യങ്ങളും ഇംഗിതങ്ങളും മനസ്സിന്റെ വികാരങ്ങളും വിചാരങ്ങളും താല്പര്യങ്ങളും എല്ലാം അറിയുന്നത് അള്ളാഹുവിനാണ്. അവനെ അതറിയൂ. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു എന്നാ ഖുർആൻ പറയുന്നത്. മനുഷ്യന്റെ മനസ്സിന്റെ വിചാരങ്ങളെയും തോന്നലുകളെയും ഇംഗീതങ്ങളെയും ഒക്കെ നമുക്കറിയാം. ആ അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആവശ്യങ്ങൾ തുറന്ന് പറയുന്നു. അങ്ങനെ അള്ളാഹു നമ്മുടെ കൂടെയുള്ളവനാണ്, എപ്പോഴും നമ്മുടെ ഒപ്പമുള്ളവനാണ്. നമ്മുടെ അടക്കങ്ങളും അനക്കങ്ങളും ഒക്കെ, നമ്മുടെ കണ്ണിന്റെ ഇമവട്ടലുകൾ വരെ, അതിൻ്റെ കട്ടുനോട്ടങ്ങൾ വരെ അറിയുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാ പറയുന്നത് ഖരീബ്, അടുത്തവനാണ്. പിന്നെ പറയുന്നതോ ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅനി, എന്നോട് വിളിച്ചു തേടുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും. ഉത്തരം നൽകും. എത്രമാത്രം വലിയൊരു സന്തോഷ വാർത്തയാണ് ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം. ഫൽയസ്തജീബൂ ലീ വൽയുമിനൂ ബി, എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുകയും ചെയ്യണം. ലഅല്ലഹും യർശുദൂൻ, വിശ്വാസികളായ നമ്മുടെ സന്മാർഗത്തിന് വേണ്ടി, സുസ്ഥിതിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിർദ്ദേശിച്ചു തരുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. എന്നോട് വിളിച്ചു തേടിയാൽ ഞാൻ ഉത്തരം നൽകും. ഉദ്ഊനി അസ്തജിബ് ലക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്ത് കാര്യവും നമുക്ക് പഠിച്ചവനോട് ചോദിക്കാം, ചെറുതും വലുതും. പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം എന്നാണ്. ആദ്യം അള്ളാഹുവിനോട് പറയാം, പിന്നെ വേറെല്ലാവരോടൊക്കെ വേണമെങ്കിൽ പറയാന്നാണ്. ആദ്യം അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തന്നെയാണ്, അള്ളാഹുവിനോടാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും ആവശ്യങ്ങളും നമ്മൾ സമർപ്പിക്കേണ്ടത്. പറയാനുള്ളവരോടൊക്കെ പറഞ്ഞു, ഇനി പഠിച്ചവനോടൊന്നും പറഞ്ഞു നോക്കാം എന്നതാകരുത്. അള്ളാഹു നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ നിരീക്ഷിക്കുന്നവനാണ്, നമ്മുടെ രക്ഷകനാണ്, നമ്മോട് ഏറ്റവും അലിവും കനിവുമുള്ളവനാണ്, റഊഫും വദൂദുമായിട്ടുള്ളവനാണ്.
നമ്മളോട് ഏറ്റവും സ്നേഹധനനായിട്ടുള്ളവനാണ് അള്ളാഹു. അള്ളാഹുവിന് നമ്മോട് ഉള്ളത്ര സ്നേഹം മറ്റാർക്കും നമ്മളോടില്ല. അങ്ങനെയുള്ള അള്ളാഹുവിനോടല്ലേ ആദ്യം കാര്യങ്ങൾ പറയേണ്ടത്. അതുകൊണ്ടാ നിങ്ങൾ നടന്നു പോകുമ്പോൾ ചെരുപ്പിന്റെ വാറൊന്ന് പൊട്ടിപ്പോയി എന്ന് വിചാരിച്ചാൽ നമ്മൾ ആദ്യം എന്താ നമ്മുടെ മനസ്സിൽ വരേണ്ടത്? പഠിച്ചോനെ, ചെരുപ്പിന്റെ വാറ് പൊട്ടിയല്ലോ റബ്ബേ. നിങ്ങൾ അടുക്കളയിൽ ഇങ്ങനെ ഭക്ഷണം പാകം ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. ഭക്ഷണത്തിന് രുചി വേണമെങ്കിൽ എന്ത് വേണം? ഉപ്പ് വേണം. ഉപ്പിന്റെ ഭരണി ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴാണ് അത് കാലിയാണ്. പഠിച്ചോനെ, എൻ്റെ ഉപ്പ് തീർന്നു പോയല്ലോ റബ്ബേ. ചെറിയ സംഗതി അത്. എന്നിട്ട് വേണമെങ്കിൽ മക്കളെ വിളിച്ചിട്ട് അങ്ങാടിക്ക് ഒരു പാക്ക് ഉപ്പ് വാങ്ങുമ്പോൾ നമ്മുടെ ഈ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വീട്ടാവശ്യങ്ങൾ പോലും, നമ്മുടെ വ്യക്തിഗതമായ ചെറിയ പ്രശ്നം പോലും അത് ചെറിയതാണെന്ന് നിങ്ങൾ കരുതേണ്ട. ചോദിച്ചോളൂ. എന്ത് നിങ്ങൾ ചോദിച്ചാലും, എത്ര ചോദിച്ചാലും അള്ളാഹുവിന് ഇഷ്ടമാണ്. വൈദാ സഅൽത ഫസ്അലില്ല, ചോദിക്കുകയാണെങ്കിൽ പടച്ചോനോട് ആദ്യം ചോദിക്കി. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, സഹായം തേടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആദ്യം സഹായം തേടി എന്നാ പറഞ്ഞത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഈ പൊരുളും അതിൻ്റെ ആത്മീയമായ ശക്തിയും അത് മുഖേന നമുക്കുണ്ടാകുന്ന ആത്മീയോത്കർഷവും അവാജ്യമാണ്, അനുപമമാണ്. ഒരു വിശ്വാസിക്ക് അത് നേടിത്തരുന്ന കരുത്ത് എത്രയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് പറയാൻ വേണ്ടി പറഞ്ഞത്. നിങ്ങൾ അള്ളാഹിനോട് പറയുന്നില്ല, ചോദിക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ. എന്നാ അള്ളാഹ്ക്ക് ഇഷ്ടാകുമോ? ഇല്ല. മല്ലം യസ്അലില്ല, ആരെങ്കിലും പടച്ചോനോട് കാര്യങ്ങൾ ചോദിക്കാതിരിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനോട് ദുആ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, ദുആയിൽ കുറവ് വരുത്തുകയാണെങ്കിൽ, നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് വല്ല പോരായ്മയും വരികയാണെങ്കിൽ അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല. മല്ലം യസ്അലില്ല യഗ്ളബ് അലൈഹി, അവനോട് അള്ളാഹുവിന് അതൃപ്തിയാണ്. അള്ളാഹിന്റെ അതൃപ്തി നമുക്ക് നേടാൻ പറ്റുമോ? അള്ളാഹുവിന്റെ കോപം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ? ചോദിച്ചോളൂ. എത്ര ചോദിച്ചാലും ഒരു കോപവുമില്ലാത്തവനാണ്, ഒരു അനിഷ്ടവും അതൃപ്തിയും ഇല്ലാത്തവനാണ് ആര്? അള്ളാഹു. മനുഷ്യന്മാരങ്ങനെയല്ല. നമ്മളോട് ആരെങ്കിലും ആദ്യം ഒരു കാര്യം ചോദിച്ചു എന്ന് വിചാരിക്കാം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ അവ നിർവർത്തിച്ചു കൊടുക്കും. രണ്ടാമതും വന്ന് ചോദിച്ചു, രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? ആ കാര്യം നിവർത്തിച്ചു കൊടുത്തു. പിന്നെയും വരികയാണ് നമ്മളെടുത്തേക്ക് തന്നെ. കാരണം എന്താ? അയാളോട് എന്ത് പറഞ്ഞാലും അയാൾ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ പിന്നെയും ഒരാൾ നമ്മളോട് അയാളെ കാര്യം മുഴുവൻ ഇങ്ങനെ പറഞ്ഞ് പിന്നാലെ കൂടി നടക്കുകയാണെങ്കിൽ നമുക്ക് എന്താ തോന്നുക? എന്ത് വേണമെങ്കിലും ചോദിച്ചോട്ടോ, നീ എങ്ങാനും ചോദിച്ചാക്കുണ്ട് എന്ന് നമ്മൾ പറയോ? എന്തായിരിക്കും നമ്മളെ മനസ്സിൽ വരിക? ഞാനല്ലാതെ വേറെ ആരുമില്ല ഇവിടെ, ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയാനും കേൾക്കാനൊക്കെ ഞാൻ തന്നെയുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടാവും. മനുഷ്യൻ്റെ അവസ്ഥ അതാ. പഠിച്ചോൻ അങ്ങനെയല്ല. എത്ര വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് ചോദിക്കാം. അതാണ് അള്ളാഹുവിന് ഇഷ്ടമെന്നാണ്. ഇനി പ്രാർത്ഥന കുറയ്ക്കണ്ട. പ്രാർത്ഥന കുറയ്ക്കുന്നത് അള്ളാഹു നമ്മളെ പരിഗണിക്കാതിരിക്കാൻ ഹേതുവാകുമെന്നാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്. ഖുൽ, അവരോട് പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ, മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ ഇല്ല എങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയും തേട്ടവും ഇല്ല എങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കൂല കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? അപേക്ഷകൾ അങ്ങനെ ചെല്ലട്ടെ അള്ളാന്റെ മുമ്പിലേക്ക്. നമ്മുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും കൂമ്പാരമായി അള്ളാഹുവിന്റെ മുമ്പിൽ കുന്നുകൂടട്ടെ. അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അള്ളാഹ് നമ്മളെ പരിഗണിക്കും. എന്നെ എല്ലാ സമയവും ഓർക്കുന്ന, എന്നോട് ആവശ്യങ്ങൾ എപ്പോഴും ചോദിച്ചു വാങ്ങുന്ന എൻ്റെ അടിമയാണവൻ. അതുകൊണ്ട് അവൻ ചോദിച്ചത് ഞാൻ കൊടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രത്യേകിച്ച് റമദാൻ മാസത്തിന്റെ ഈ സന്ദർഭങ്ങളിൽ നോമ്പ് തുടങ്ങുന്ന നോക്കി. നോമ്പ് തുടങ്ങുന്നത് ഭക്ഷണം കൊണ്ടാണ്. നോമ്പിന്റെ അവസാനം എങ്ങനെയാണ്? ഭക്ഷണമാണ്.
തുടക്കത്തിലുള്ള ഭക്ഷണത്തിന് നമ്മൾ സഹൂർ എന്നാണ് പറയുന്നത്. അത്താഴം. അത്താഴം ബർക്കത്തുള്ള ഭക്ഷണമാണെന്ന, ബർക്കത്തുള്ള ഭക്ഷണം. നമ്മളും വേദക്കാരും തമ്മിലുള്ള നോമ്പിന്റെ വ്യത്യാസം എന്താണെന്നോ, നമ്മൾ അത്താഴം കഴിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുന്നൊന്നുമില്ല. അവർക്ക് അങ്ങനെ പരിപാടിയൊന്നുമില്ല വേദക്കാർക്ക്, അഹ്ലു കിതാബിന്. അപ്പോ റസൂലുള്ളാഹി അതുകൊണ്ട് പറഞ്ഞു തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബർക, അത്താഴം കഴിക്കണം, അത്താഴത്തിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട്. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൽ മുതസഹിരീൻ, നോമ്പ് നോൽക്കാൻ വേണ്ടി അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. അള്ളാഹുവിന്റെ മലക്കുകൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്താഴം കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീയമായ അനുഭൂതി ഇതാണ്. പഠിച്ചോനെ, നിന്റെ റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന പോലെ നോമ്പിന് വേണ്ടി അത്താഴം കഴിക്കുമ്പോൾ അള്ളാഹിന്റെ കാരുണ്യാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്, മലക്കുകളുടെ പ്രാർത്ഥനയാണ് നമുക്ക് കിട്ടുന്നത്. ഹലുമ്മ ഇലൽ ഖദാഇൽ മുബാറക, അനുഗ്രഹീതമായി ഈ ഭക്ഷണത്തിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞല്ലോ. ഈ അത്താഴത്തിന്റെ നേരം അത് ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയെന്നോ? ദുആരക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി. അത്താഴ നേരത്തെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. വിശ്വാസികളായ നമ്മുടെ സ്വഭാവമായി മാറേണ്ട സവിശേഷമായ ഒരു ഗുണം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉറക്കിളച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ഇരക്കുന്നവരാണ് അവർ എന്നാണ്. അന്ത്യയാമെന്ന് പറഞ്ഞാൽ അത്താഴ നേരം, അസ്ഹാർ. ആ അത്താഴ നേരത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, ആ സമയത്തിന്റെ സവിശേഷത എന്താണെന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അവന്റെ അടിമകളായ നമ്മുടെ ദുആ അത് സ്വീകരിച്ച് ഉത്തരം നൽകാൻ വേണ്ടി, അത് കേൾക്കാൻ വേണ്ടി സന്നദ്ധനായി ഒരുമ്പെട്ടിറങ്ങി വരുന്ന നേരമാണത്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഹൽ മിൻ സായിലിൻ ഫഉതിഹി സൂല, എന്നോട് ദുആ ചെയ്യുന്നവരില്ലേ, പ്രാർത്ഥിക്കുന്നവരില്ലേ, ചോദിക്കുന്നവരില്ലേ, അവരുടെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റി കൊടുക്കും. ഹൽ മിൻ തായിബിൻ ഫഅതൂബു അലൈഹി, എന്നോട് പശ്ചാത്തപിച്ച് അനുദപിച്ച് തൗബ ചെയ്ത് മടങ്ങുന്നവരില്ലേ, അവരുടെ പശ്ചാത്താപവും തൗബയും ഞാൻ സ്വീകരിക്കും. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ല, എന്നോട് പാപമോചനത്തിന് തേടുന്നവരില്ലേ, അവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കും. സഹോദരന്മാരെ, സഹോദരിമാരെ, നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അത്താഴ നേരങ്ങളിലുള്ള ധന്യധന്യമായ ഈ നിമിഷങ്ങളും മുഹൂർത്തങ്ങളും. അത് നമ്മൾ പാഴാക്കരുത്, ദുആ ചെയ്യണം. അവിടുന്ന് നോമ്പ് തുടങ്ങുകയാണ്. പിന്നെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, വികാര വിചാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നു. അവസാനത്തെ നേരം നോക്കൂ നിങ്ങൾ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നോ? നോമ്പുകാരന് രണ്ട് സന്തോഷവേള ഉണ്ട് എന്ന് പറഞ്ഞു. ലിസ്വാഇമി ഫർഹത്താൻ, ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫിതരിഹി, നോമ്പ് തുറക്കുന്ന നേരത്തുള്ള സന്തോഷം. അതെന്താ? നോമ്പ് ഇനി ഏതായാലും അവസാനിപ്പിക്കാനായല്ലോ, വിഭവങ്ങളൊക്കെ നമ്മുടെ തീന്മേശയിൽ വിളമ്പി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ദ്വാരുന്ന് ഇങ്ങനെ എപ്പോ ആകും സമയം, ആ സന്തോഷാണോ? അല്ല. നമുക്ക് കിട്ടുന്ന ആ സന്തോഷം എന്താണ് എന്നുള്ളത് നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥനയിൽ നമ്മൾ വെളിപ്പെടുത്തുന്നുണ്ട്. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് നമ്മളൊരു ഈത്തപ്പഴം കഴിച്ചു, അല്പം വെള്ളം കുടിച്ചു, അപ്പൊ നമ്മൾ പറയുന്നത് അല്ലാഹുവേ എന്റെ ദാഹമൊക്കെ പോയി. വബ്തല്ലത്തിൽ ഉറൂഖ്, എന്റെ നാഡി നരമ്പുകൾ നനവാർന്നതായി റബ്ബേ. വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, ഇതാണ് ആ സന്തോഷം. ഞാൻ ഇന്ന് നോറ്റ നോമ്പിന്റെ കൂലി എനിക്ക് ഉറപ്പായി റബ്ബേ എന്ന ഈ ഒരു ഉറപ്പ്, ഈ ഒരു ആത്മവിശ്വാസം, ഈ ഒരു ആത്മധൈര്യം ഓരോ മുഅ്മിനും മുഅ്മിനത്തിനും അവരവരുടെ നോമ്പിനെ കുറിച്ച് വേണം. അപ്പോഴാ സന്തോഷം. എന്റെ ഈ നോമ്പിന്റെ കൂലി ഉറപ്പായി. വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, ആ ഒരു സന്തോഷമാണ് നോമ്പ് തുറക്കുന്ന വേളയിലുള്ള നോമ്പുകാരന്റെ സന്തോഷം. രണ്ടാമത്തേതോ വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, നാളെ പരലോകത്ത് അല്ലാഹു നമുക്ക് നൽകുന്ന അവനുമായുള്ള തിരുമുൽ കാഴ്ച, അവനെ കാണാനുള്ള
മഹാസൗഭാഗ്യം. ആ സൗഭാഗ്യം ഒരു വലിയ അള്ളാഹുവിൻ്റെ അരികിലുള്ള ഒരു സിയാദത്തായിക്കൊണ്ടാണ് ഖുർആൻ പറയുന്നത്. പടച്ചോന്റെ വക ഒരു സ്പെഷ്യൽ സമ്മാനം പരലോകത്ത് നമുക്ക് നൽകുന്നതാണെന്ന്. ഉദ്ഖുലൂഹാ ബിസലാം ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. സ്വർഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചുകൊണ്ട് മലക്കുകൾ പറയുന്നത് എന്താണെന്നോ? ഉദ്ഖുലൂഹാ ബിസലാം, സുരക്ഷിതരായി കടന്നു പോവുക ദാറുസ്സലാമിലേക്ക്. ദാലിക യൗമുൽ ഖുലൂദ്, ഇനി നിങ്ങൾക്ക് കാലാകാലം ഇവിടെ താമസിക്കാം ഈ ദിവസം മുതൽ. ലഹും മാ യശാഊന ഫീഹാ, അവർക്ക് എന്തൊക്കെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്, കൊതിക്കുന്നത്, അതെല്ലാം നിങ്ങൾക്ക് അവിടെയുണ്ട്. വലദൈനാ മസീദ്, നിങ്ങൾ ആഗ്രഹിക്കുന്നതിലപ്പുറം കുറച്ചധികവുമുണ്ട് നമ്മുടെ അരികിൽ. വലദൈനാ മസീദ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതേപോലെയുള്ള മുഫസ്സിറുകൾ ഈ മസീദ് എന്താണെന്ന് പറഞ്ഞ എന്താണെന്നോ? ലിഖാഉർ റബ്ബ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആ മഹാസൗഭാഗ്യം. വമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, അല്ലേ? ആരെങ്കിലും തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈമാന് വേണം, അമലു സ്വാലിഹാത്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരികളെ, ഇതാണ് നമ്മൾ നേടേണ്ടത്. പ്രാർത്ഥനയിലൂടെ, പ്രവർത്തനത്തിലൂടെ, ഈമാനിലൂടെ നമ്മൾ നമ്മുടെ ഓരോ സൽക്കർമ്മങ്ങളെയും അള്ളാഹുവിൻ്റെ അരികിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത, അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ധാരാളം തെറ്റുകൾ, കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്. രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയവ അതെല്ലാം നിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങൾ മരണപ്പെട്ടു പോയ വാത്സല്യനിധികളായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഇഷ്ടജനങ്ങൾക്കുമൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക്, രോഗത്തിൻ്റെ പ്രയാസങ്ങളും ചരണങ്ങളും ദുരിതങ്ങളും പേറുന്നവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും റബ്ബേ പരിപൂർണ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ, മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ നീ കുളിർപ്പിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ പഠനവും പരീക്ഷയും നീ അവർക്ക് എളുപ്പമാക്കി കൊടുക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.